ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് ഫിഷ് എടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് അരിയുക. കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുക. നമ്മളിന്ന് തേങ്ങ അരച്ച ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക്, സവാള എന്നിവ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫൈൻ പേസ്റ്റാക്കി ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മൺചട്ടിയാണ്. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് കടുക് കൂടി ആഡ് ചെയ്യാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതേ സമയം നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്യാവുന്നതാണ്. ഈ പുളിവെള്ളം യൂസ് ചെയ്യുന്നത് നന്നായി മീനിലേക്ക് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേസമയം നമ്മുടെ സാധനങ്ങൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫൈൻ പേസ്റ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലെയിം കുറച്ച് ഹൈ ആക്കിയതിന് ശേഷം നമുക്ക് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് മീൻ റെഡിയാവും. നമ്മളിപ്പോൾ സീ ബ്രീം എന്ന് പറഞ്ഞ മീനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. മീൻ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി താളിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയാക്കുന്ന ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.